ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ നമ്മുടെ ബഡാ മംഗൾവാർ രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണ്. നമുക്കറിയാം 8 ചൊവ്വാഴ്ചകളാണ് ഉള്ളതെന്നും അതിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആദ്യത്തെ ചൊവ്വാഴ്ചയെന്നും ഒരുപാട് പേര് അത് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിരുന്നു, പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നു എനിക്ക്. അപ്പോൾ രണ്ടാമത്തെ ചൊവ്വാഴ്ചയായ നാളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, അതായത് ആദ്യത്തെ ചൊവ്വാഴ്ച വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ചൊവ്വാഴ്ചകളിലും നമുക്ക് പാലിച്ചു പോകാം എന്നുള്ളത്. പക്ഷേ ഓരോ ചൊവ്വാഴ്ചകൾ വരുമ്പോഴും ആ തിഥി വാര നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചില കാര്യങ്ങൾ കൂടിയിട്ട് ചെയ്യുമ്പം നമുക്കതിൻ്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും, അതായത് 8 ചൊവ്വാഴ്ചകളിലും പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത്. 8 ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യത്തെ ചൊവ്വാഴ്ച തന്നെ വീഡിയോ ഇട്ടിരുന്നു. അപ്പം അത് കണ്ട് ആ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അതിനോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൂടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇപ്പോഴാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ, എന്താണ് ഈ ഒരു ബഡാ മംഗൾവാർ, എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോ നിങ്ങൾ പോയി കാണണം. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കാം. സംശയമുള്ളവർക്കൊക്കെ അത് പോയി കണ്ട് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും അതിന് നല്ല പോണം നമുക്ക് ഫലം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നാളെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പം നാളെ നമ്മുടെ രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണ് ബഡാ മംഗൾവാറിൽ. 8 ചൊവ്വാഴ്ചകളിൽ രണ്ടാമത്തെ ചൊവ്വാഴ്ച. നാളെ നമുക്ക് ദശമി തിരിയും ഒപ്പം തന്നെ വൈദ്യുതി യോഗം, നിത്യയോഗങ്ങളിൽ ഉൾപ്പെടുന്ന വൈദ്യുതി യോഗത്തോട് കൂടിയിട്ടാണ് ഈ ഒരു രണ്ടാമത്തെ ബഡാ മംഗൾവാർ വരുന്നത്. അപ്പം നാളത്തെ ദിവസം വളരെ വളരെ ഓസ്പീഷ്യസ് ആയതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം വ്രതമായിട്ടെടുത്ത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതാണ് അതിശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ തന്നെ നമ്മൾ 7, 11, 3, 5 ഈ രീതിയിൽ നമ്മൾ ഹനുമാൻ സ്വാമിക്ക് ഹനുമാൻ ചാലിസ സങ്കല്പം ചെയ്യാറുണ്ട്. അപ്പം സാധാരണയായി നമ്മൾ കറുത്ത പക്ഷത്തിൽ, അതായത് പൗർണമി കഴിഞ്ഞു വരുന്ന ശനി ചൊവ്വ ദിവസങ്ങളിൽ നമ്മൾ സങ്കല്പമെടുത്ത് ഹനുമാൻ ചാലിസ ചൊല്ലാറില്ല. വെളുത്തപക്ഷമാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ ഈ ബഡാ മംഗൾവാർ വരുന്ന ചൊവ്വാഴ്ചകളിൽ നമുക്ക് 11, 7, 3, 5 ഈ രീതിയിൽ സങ്കല്പമെടുത്ത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ 11 ദിവസത്തേക്കോ 5 ദിവസത്തേക്കോ 7 ദിവസത്തേക്കോ ഒക്കെ സങ്കല്പമെടുത്ത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വരുന്ന ചൊവ്വാഴ്ചകൾ, അതായത് എന്നാണോ നമുക്ക് 8 ചൊവ്വാഴ്ച കംപ്ലീറ്റ് ആകുന്നത് അതുവരെയുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൊവ്വാഴ്ചകൾ തിരഞ്ഞെടുത്ത് സങ്കല്പം ചെയ്യാവുന്നതാണ്. അതിന് നമ്മൾ കറുത്തപക്ഷം വെളുത്തപക്ഷം നോക്കേണ്ടത് ആവശ്യമില്ല. ശനിയാഴ്ചകൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്, ചൊവ്വാഴ്ചകൾ മാത്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് ഞാനിവിടെ പറയാൻ കാരണം കുറച്ചധികം ആൾക്കാർക്ക് ആ ഒരു സംശയം ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് നമ്മൾ നാളെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അതിനു മുൻപായിട്ടൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നാളെ പൂരുരുട്ടാതി നക്ഷത്രം, ദശമി തിഥി, വൈദ്യുതി യോഗം, ചൊവ്വാഴ്ച. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? പൂരുരുട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് ഗോപൂജയ്ക്ക് വളരെയധികം പേരുകേട്ട നക്ഷത്രമാണ്. അപ്പം പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളിൽ പെടുന്ന പൂരുരുട്ടാതി നക്ഷത്രം. അതേപോലെ ബുധ്വാ മംഗൾ എന്നാണ് നാളത്തെ മംഗൾ. നാളത്തെ മംഗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാഴ്ചയാണ് മംഗൾ എന്ന് പറയുന്നത്. അപ്പം ബുധ്വാ മംഗൾ എന്നാണ് നാളത്തെ ദിവസം അറിയപ്പെടുന്നത് കൂടി. അപ്പം നാളെ സൂര്യ ഉദയത്തിന് മുൻപായിട്ട് ഉണർന്ന് പൂജാമുറിയിൽ നമ്മൾ വിളക്ക് കൊളുത്തണം. നമ്മുടെ വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ, ഞാൻ എപ്പോഴും അത് പറയുന്നതാണ്, അതായത് ശ്രീരാമ പട്ടാഭിഷേക ഫോട്ടോയാണെങ്കിൽ അത് മതിയാവും. അങ്ങനെയല്ല, ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയൊന്നുമില്ല എന്നുള്ളവർ ഒരു നെയ് ദീപമോ ജാസ്മിൻ ഓയിൽ കൊണ്ടൊരു ദീപമോ അത് ഹനുമാൻ സ്വാമിയാണെന്ന് സങ്കല്പിച്ച് നമ്മൾ കൊളുത്തിയാൽ മതിയാവും. അപ്പം നാളത്തെ ദിവസം നമ്മളിത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിഷ് ഫുൾഫിൽമെൻറ്റ്, നമ്മുടെ ആഗ്രഹസാധ്യം, പ്രോസ്പെരിറ്റി, ഐശ്വര്യം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ചൊവ്വാദോഷം, റിമൂവൽ ഓഫ് മംഗൾ ദോഷ എന്ന് പറയും, അതായത് നമ്മുടെ ചൊവ്വാദോഷത്തെ ഇല്ലാതാക്കുക. ഇതൊക്കെയാണ് ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത. അതായത് നാളെ നമ്മൾ ചെയ്യേണ്ടുന്നത്
വീടിനടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഹനുമാൻ സ്വാമി ഫോട്ടോയ്ക്ക് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ പ്രായം എത്രയാണോ, എത്ര വയസ്സുണ്ടോ അതനുസരിച്ചുള്ള വെറ്റില, ആലില, എരിക്കിൻ്റെ ഇലയെടുത്ത് അതിൽ രാമ എന്ന് എഴുതി മാല ചാർത്തുക. രാമ എന്നോ ശ്രീരാമജയമെന്നോ എഴുതാവുന്നതാണ്. അങ്ങനെയല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന പ്രകാരം നിങ്ങൾ 9, 11, 21 മാലകൾ, അതായത് വെറ്റില ഇലകൾ കൊണ്ടുള്ള മാലകളാണ് ചാർത്തുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ മതിയാവും. അത് കഴിഞ്ഞ ആഴ്ച ചെയ്യാത്തവർ ഈ രീതിയിൽ ചെയ്യാം. അങ്ങനെയല്ലെങ്കിൽ ആ എണ്ണത്തിലുള്ള ഗ്രാമ്പൂ എടുത്തിട്ട് ഗ്രാമ്പൂ കൊണ്ടുള്ള മാല ഹനുമാൻ സ്വാമിക്ക് ചാർത്തുക എന്നുള്ളതാണ്. അപ്പം ഇതിലെന്താണോ ഇലകളെങ്കിൽ ഇലകൾ കിട്ടാനില്ലാത്തവരാണെങ്കിൽ ഗ്രാമ്പൂ എടുത്ത് മാല ചാർത്തി ഹനുമാൻ സ്വാമിക്ക് നമ്മൾ ചാർത്തുക. ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിറക്കുലസ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കും. നമ്മൾ എന്താണോ ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് ഹനുമാൻ സ്വാമി സാധിച്ചു തരുന്നതായിരിക്കും. അത് നമ്മൾ ഹനുമാൻ സ്വാമിക്ക് ചാർത്തിയിട്ട് ഭഗവാന് പ്രസാദമായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് റോസ്റ്റഡ് ചനാ ദാലാണ്. അതായത് നമ്മുടെ കടലയുണ്ടല്ലോ, നമ്മുടെ കടല, കറി വെക്കുന്ന കടല വെള്ളത്തിലിട്ട് കുതിർത്ത് അത് തോർത്തിയെടുത്ത് അത് നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിനോടൊപ്പം ശർക്കരയും കൂടിയിട്ട് വെക്കുക. ഇവിടെയൊക്കെ നമുക്കത് കടകളിൽ മേടിക്കാനായിട്ട് കിട്ടും. നാട്ടിലത് എവിടെയൊക്കെ കിട്ടും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി കിട്ടിയില്ല എങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വെക്കാം. ഇനി അത് കിട്ടില്ല എന്നുള്ളവർക്ക് നമുക്ക് വെണ്ണ മേടിച്ച് ഹനുമാൻ സ്വാമിക്ക് നേദ്യമായിട്ട് വെക്കാവുന്നതാണ്. ഈ ഒരു ജാഗറി പ്ലസ് ചനാദാൽ, അതായത് നമ്മുടെ ശർക്കരയും അതേപോലെ തന്നെ ഈ ഒരു കടലയും കൂടിയിട്ട് ഹനുമാൻ സ്വാമിക്ക് നമ്മൾ സമർപ്പിക്കുമ്പം നമുക്ക് ഫിനാൻഷ്യലായിട്ടുള്ള ഉയർച്ചയാണ് അവിടെ ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വെറ്റില എടുത്തിട്ട് അതിൽ 2 പാക്ക് വെച്ചിട്ട് അതും ഹനുമാൻ സ്വാമിക്ക് നമുക്ക് സമർപ്പിക്കണം. അത് സമർപ്പിക്കുമ്പം നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ സമർപ്പിക്കാൻ. നല്ല ഒരു വെറ്റില മതിയാവും. ആ വെറ്റിലയുടെ കാമ്പ് നുള്ളിക്കളഞ്ഞിട്ട് അതിന് പുറത്തായിട്ട് നമുക്ക് 2 പാക്ക് വെച്ച് ഹനുമാൻ സ്വാമിക്ക് മുൻപിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജിലേബി, നല്ല ഓറഞ്ച് കളറിൽ ജിലേബി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് സമർപ്പിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റും? ഞാനിപ്പോൾ 4 കാര്യങ്ങൾ പറഞ്ഞു. വെറ്റിലമാല, കടലയും ശർക്കരയും, വെറ്റിലേക്ക് പുറത്ത് 2 പാക്ക് വെച്ച് സമർപ്പിക്കുന്നത്, ഒപ്പം തന്നെ ജിലേബി സമർപ്പിക്കുന്നത്. അപ്പം ഇതിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് അവിടെ ഇരുന്ന് 108 പ്രാവശ്യം ഓം ഹം ഹനുമതേ നമഃ എന്നുള്ള മന്ത്രം നമ്മൾ ജപിക്കുക. ഓം ഹം ഹനുമതേ നമ. ഇതിനോടൊപ്പം ഹനുമാൻ ചാലിസ 11 പ്രാവശ്യം നമുക്ക് ജപിക്കാം, 21 പ്രാവശ്യം ജപിക്കാം, 108 പ്രാവശ്യം ഒക്കെ ജപിക്കാവുന്നതാണ്. ഈ 108 പ്രാവശ്യം ജപിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് ചോദിച്ചിരുന്നു. 108 പ്രാവശ്യം നമുക്ക് ഒറ്റയടിക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അങ്ങനെയല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യം, 11 പ്രാവശ്യം, 21 പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് 108 കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 108 പ്രദക്ഷിണം ചെയ്യുന്ന കാര്യവും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഈ കാര്യങ്ങളാണ് നമ്മൾ ഹനുമാൻ സ്വാമിക്ക് ചെയ്യുന്നത്. ക്ഷേത്രങ്ങളിൽ പോയിരുന്നിട്ട് ഇത് നമുക്ക് സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാം. വീട്ടിലാണെങ്കിലും നമുക്ക് ചെയ്യാം. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമർപ്പിച്ച ജിലേബിയൊക്കെ നമുക്ക് തന്നെ കഴിക്കാം. വീടിനടുത്ത് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. ആ മാല വീട്ടിലാണ് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ചാർത്തിയതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ശേഷം അതെടുത്ത് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കളയാവുന്നതാണ്. അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ, ഈ മരുത്വാമലയൊക്കെ ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഇതുപോലത്തെ ഫോട്ടോയൊക്കെ നമുക്ക് വീട്ടിൽ വെക്കാം. ഇനിയിപ്പം ഞങ്ങൾക്ക് അതിനുള്ള സ്പേസ് ഇല്ല, പൂജകൾക്ക് മാത്രം വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോട്ടോസ് എടുത്തിട്ട് നല്ല തുണിയിൽ പൊതിഞ്ഞ് അലമാരിയിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതുമാണ്. അങ്ങനെ ചെയ്തെന്നും പറഞ്ഞിട്ടും തെറ്റുകളൊന്നും നമുക്ക് വരില്ല. അപ്പം ഇതാണ് നമ്മൾ നാളെ ചെയ്യേണ്ടുന്ന കാര്യം. വളരെ ക്ലിയറാണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചെയ്യേണ്ടുന്ന രീതി വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ്. വെറ്റില അല്ലെങ്കിൽ ആലിൻ്റെ ഇല, എരിക്കിൻ്റെ ഇല, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആണ്. ഇതൊന്നും കിട്ടാനില്ലാത്തവർക്ക് ഞാൻ ഗ്രാമ്പൂവിൻ്റെ കാര്യം പറഞ്ഞു. ഗ്രാമ്പൂ എടുക്കുമ്പോഴും നമ്മുടെ ആ ഒരു പ്രായം എത്രയാണോ അതിനനുസരിച്ചുള്ള ഗ്രാമ്പൂ എടുക്കാം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ 11, 54, 108 എണ്ണമോ എടുത്ത് അങ്ങനെയും മാല ചാർത്താം. അതോടൊപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു 8 ചൊവ്വാഴ്ചകളിലും നമ്മൾ 108 പ്രാവശ്യം ശ്രീരാമജയം അല്ലെങ്കിൽ രാമ എന്നുള്ളത് എഴുതുന്നത്. അപ്പം അതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുക. ഒരേ ഒരു ആഗ്രഹം,
ഒരൊറ്റ ആഗ്രഹം മുൻനിർത്തി നമ്മളിതൊക്കെ ചെയ്താൽ ശ്രീരാമസ്വാമിയും ഹനുമാൻ സ്വാമിയും നമുക്കത് സാധിച്ച് തന്നിരിക്കും. അപ്പോൾ എല്ലാവരും നാളെ ഇത് ചെയ്യാൻ ശ്രമിക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. എല്ലാവരെയും ഹനുമാൻ സ്വാമി അനുഗ്രഹിക്കട്ടെ, മുരുക ഭഗവാനും അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.